നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് വൻ മയക്കുമരുന്ന് വേട്ട. 13.97 ഗ്രാം MDMA-യും 160 ഗ്രാം മയക്കുമരുന്ന് ഗുളികയും 69.940 ഗ്രാം മെത്താംഫിറ്റാമിനും പിടികൂടി. മണിപ്പൂർ സ്വദേശി ഉൾപ്പെടെ 3 പേർ പിടിയിൽ. സ്കൂൾ പരിസരത്തെ ലഹരി ഉപയോഗത്തിനെതിരെ നടപടികൾ ശക്തിപ്പെടുത്താൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. ശിവമന്ത്ര മുഖരിതങ്ങളാൽ ശിവക്ഷേത്രങ്ങൾ. അനുഷ്ഠാന നിറവിൽ നാടെങ്ങും ശിവരാത്രി ആഘോഷം. ഉപവാസവും ഉപാസനയുമായി വിശ്വാസികൾ. പ്രസിദ്ധമായ പാലക്കാട് മണപ്പുള്ളിക്കാവ് വേല വ്യാഴാഴ്ച. വേലയാഘോഷങ്ങൾക്കൊരുങ്ങി നഗര ജനത. വ്യാഴാഴ്ച പാലക്കാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പാലക്കാട് താലൂക്കിൽ പ്രാദേശിക അവധി. വാർത്തകൾ വിശദമായി. പാലക്കാട് മരുത റോഡ് പഞ്ചായത്ത് കുളത്തിൽ യുവാവ് മുങ്ങിമരിച്ചു. ചന്ദ്രനഗർ മുണ്ടക്കോട് കറുപ്പത്ത് വീട്ടിൽ ജനാർദ്ദനൻ മകൻ വിപിനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. പെയിന്റിംഗ് തൊഴിലാളിയായ വിപിൻ സുഹൃത്തിനോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. ഇതിനിടെ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു. പ്രദേശത്തുണ്ടായിരുന്നവർ സംഭവമറിഞ്ഞ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പാലക്കാട് കഞ്ചിക്കോട് അഗ്നിരക്ഷാ നിലയത്തിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. 13.976 ഗ്രാം MDMA-യുമായി തൃശൂർ സ്വദേശി പാലക്കാട് പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ സൗത്ത് പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിന് മുൻവശത്ത് വെച്ച് 13.976 ഗ്രാം MDMA-യുമായി തൃശൂർ ഇലിങ്ങാലക്കുട പാലപ്പുറക്കുന്ന് 24 വയസ്സുള്ള അക്ഷയ് ഗിരീശൻ പിടിയിലാവുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചത് എന്നാണ് പോലീസ് വിവരം നൽകിയത്. തൃശൂർ ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ പ്രതി മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷവും പ്രതി ലഹരിക്കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു. പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി. മയക്കുമരുന്ന് ഗുളികയുമായി മണിപ്പൂർ സ്വദേശി പാലക്കാട് പിടിയിൽ. ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും പാലക്കാട് ഹേമാംബിക നഗർ പോലീസും RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച മയക്കുമരുന്നിനത്തിൽപ്പെട്ട 160 ഗ്രാം ഗുളികകളുമായി മണിപ്പൂർ സേനാപ്പട്ടി സ്വദേശിയായ കമ്രോത്താങ് 30 വയസ്സ് എന്നയാളാണ് പിടിയിലായത്. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെട്ട ലഹരി വിൽപ്പന സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 68.94 ഗ്രാം മെത്താംഫിറ്റാമിനുമായി തൃശൂർ സ്വദേശി പാലക്കാട് പിടിയിൽ. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരമാണ് പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും പാലക്കാട് ടൗൺ നോർത്ത് പോലീസും RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് മാരക മയക്കുമരുന്നായ 68.94 ഗ്രാം മെത്താംഫിറ്റാമിനുമായി തൃശൂർ വടക്കുമുറി കണ്ണാറ സ്വദേശി KA ലെനീഷ് പിടിയിലാവുന്നത്. പ്രതി ബാംഗ്ലൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും പ്രതി ഉൾപ്പെട്ട ലഹരി വിൽപ്പന സംഘത്തെക്കുറിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP രാജേഷ് കുമാർ IPS, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അജാസുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് ടൗൺ നോർത്ത് പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും RPFും ചേർന്നാണ് പരിശോധന നടത്തി ലഹരി മരുന്നും പ്രതിയെയും പിടികൂടിയത്. മറ്റു വാർത്തകളിലേക്ക്. സ്കൂൾ പരിസരങ്ങളിലെ ലഹരി ഉപയോഗത്തിനെതിരെ നടപടികൾ ശക്തിപ്പെടുത്താൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ തീരുമാനം. പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവുകൾ ശക്തിപ്പെടുത്തും. കൂടാതെ സ്കൂളുകളിലെ NSS, NCC, SPC കേഡറ്റുകളുടെയും സഹകരണത്തോടെ സ്കൂളുകളിലും കോളേജുകളിലും ലഹരിവിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തും. ജില്ലാ കളക്ടർ G. പ്രിയങ്ക അധ്യക്ഷയായി. MLA-മാരായ മുഹമ്മദ് മുഹ്സിൻ, അഡ്വക്കേറ്റ് K. ശാന്തകുമാരി, P. മമ്മിക്കുട്ടി, A. പ്രഭാകരൻ, ADM K. മണികണ്ഠൻ, S. വിനോദ് ബാബു, RDO അമൃതവല്ലി, NK ശ്രീലത തുടങ്ങിയ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. കാവശ്ശേരി പൂരമഹോത്സവത്തിന്റെ ഭാഗമായി കഴനി ദേശത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ആലത്തൂർ തഹസിൽദാർ ശരവണൻ ഗായിക അക്ഷരലക്ഷ്മിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. എന്നെ മറക്കാതെ ഈ ദേശം എന്നെ ഓർത്തു, എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു. അതിൽ ആദ്യം തന്നെ ഈ കഴിഞ്ഞ ദേശത്തോടും ദേശഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യം ഇവിടെ അറിയിക്കുന്നു. ഞാൻ ഇത്രയും 3 വർഷത്തോളമാണ് ഞാൻ ഇവിടെ വലിയ ഓഫീസറായി ഇരുന്നത്. ഞാൻ ഇവിടെ പോയിട്ടും എന്നെ ഓർത്തല്ലോ എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. വേറൊന്നുള്ളത്, ഞാൻ പരക്കാട്ടുകാവ് ഭഗവതിയുടെ നല്ലൊരു ഭക്തനാണ്. എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഞാൻ ദേവിയെ തൊഴാൻ അത്താഴ പൂജയ്ക്ക് അവിടെ ചെല്ലാറുണ്ട്.
എല്ലാ ദിവസവും എത്ര തിരക്കുകളുണ്ടെങ്കിലും ഞാൻ ഓഫീസ് വിട്ട് വന്നാൽ കുളി കഴിഞ്ഞ് നേരെ പോയി ദേവിയെ തൊഴുതിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോവാറ്. ഈ നോട്ടീസ് പ്രകാശനം ഒരു ദേവിയുടെ, പരക്കാട്ടാവ് ദേവി എനിക്ക് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമായാണ് ഞാനിത് കാണുന്നത്. കഴിഞ്ഞ ദേശം എന്ന് പറയുന്നത് ഒരു ചെറിയ ദേശമല്ല. കാരണം കഴിഞ്ഞ ദിവസം പാടൂർ വേലയ്ക്ക് അവിടെ പോയപ്പോൾ പോലീസുകാരെല്ലാം പറഞ്ഞു, സാറേ പൂരമുണ്ട്. കാരണം വെടിക്കെട്ട് നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്യണം. അപ്പോൾ ആ സാമ്പിള് തഹസിൽദാരുടെ സാന്നിധ്യത്തിലാണ് ഈ വെടിക്കെട്ട് മരുന്നുകളെല്ലാം സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. സാറേ വെടിക്കെട്ടിനുള്ള സാമ്പിൾ കളക്ട് ചെയ്യണം. കാവശ്ശേരി പൂരത്തിന് 7 വെടിക്കെട്ടാണ് സാറേ ഉള്ളത്. അപ്പോൾ നേരത്തെ സാറ് വരണം, നേരത്തെ വന്നിട്ട് വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് സാർ, കഴിഞ്ഞക്കാർ ഇത്തവണ ഇട്ടിട്ടുള്ള എസ്റ്റിമേറ്റ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുമ്പോൾ. അപ്പൊ ആ രീതിക്കാണ് കഴിഞ്ഞ ദേശത്തിന്റെ പ്രവർത്തനങ്ങൾ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെറിയ കുഞ്ഞുനാളായ കാലം മുതൽ കാവശ്ശേരി പൂരം കാണുന്ന ഒരാളാണ്. കുട്ടിയായിരുന്ന കാലം മുതൽ എൻ്റെ അച്ഛനോടൊപ്പം എല്ലാം വന്ന് കാവശ്ശേരി പൂരപ്പറമ്പിലൊക്കെ ഇരുന്ന് അങ്ങനെ പൂരമൊക്കെ കണ്ടുപോയിട്ടുള്ള ആളാണ്. ദേശ കമ്മിറ്റി പ്രസിഡന്റ് എം ഗോകുൽദാസ് അധ്യക്ഷനായി. സെക്രട്ടറി എസ് ഉദയകുമാർ, ട്രഷറർ എൻ സുരേഷ് കുമാർ, ജനപ്രതിനിധികളായ വാസുദേവൻ തെന്നിലാപുരം, ഗിരിജ പ്രേംകുമാർ, ആണ്ടിയപ്പു, നിത്യ മനോജ്, വിൻഷ പ്രജിത്ത്, ആനന്ദൻ, ജയഭാരത് വായനശാല സെക്രട്ടറി വി വിനു, രാജൻ പള്ളം, വി മുരളീധരൻ, കൊച്ചുകൃഷ്ണൻ, വി ടി വിജയകൃഷ്ണൻ, ഷിബിൻ, മണികണ്ഠൻ, ഗംഗാധരൻ, രതീഷ് കിഴക്കേപ്പാടം, വി സുരേഷ്, വി എം രവി, സൂര്യപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 10-നാണ് പ്രസിദ്ധമായ കാവശ്ശേരി പൂര മഹോത്സവം. ശിവമന്ത്ര മുഖരിതങ്ങളാൽ ശിവക്ഷേത്രങ്ങൾ അനുഷ്ഠാനനിറവിൽ നാടെങ്ങും ശിവരാത്രി ആഘോഷം, ഉപവാസവും ഉപാസനയുമായി വിശ്വാസികൾ. പാലാഴി മദനത്തിൻ്റെ ഓർമ്മകളിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രിയെ സംബന്ധിച്ച പല അനുഷ്ഠാനങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായും പാലാഴി മദനത്തെ അടിസ്ഥാനമാക്കിയാണ്. പാലാഴി കടയുവാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും മന്ദരപർവ്വതത്തെ കടകോലായും വാസുകി എന്ന സർപ്പത്തെ കയറായും പാലാഴി കടയുവാൻ ഉപയോഗിച്ചു. പാലാഴി മദന സമയത്ത് രത്നങ്ങൾ, അമൃത തുടങ്ങിയ ശ്രേഷ്ഠമായ പലതിനുമൊപ്പം പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ശക്തിയുള്ള അതിമാരകമായ കാളകൂട വിഷം പൊങ്ങിവന്നു. ഇതോടെ ഭയന്നുപോയ ദേവാസുരന്മാർ ശിവഭഗവാനെ സ്തുതിച്ചുവെന്നും മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും ക്ഷേമത്തിനായി കാളകൂട വിഷം കുടിക്കുകയും ഇത് കണ്ട പാർവതീദേവി മഹാദേവൻ്റെ അകത്ത് വിഷം ചെന്നാലുണ്ടാവുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കി ഭഗവാന്റെ കഴുത്തിൽ മുറുകെ പിടിച്ച് ഒരു രാത്രി മുഴുവൻ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഉറക്കമൊഴിക്കുകയും വിഷം കഴുത്തിൽ ഉറയ്ക്കുകയും അങ്ങനെ നീലകണ്ഠൻ എന്ന പേര് വരികയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഈ ദിവസത്തെ ഓർമ്മ പുതുക്കലാണ് ശിവരാത്രി ദിവസം ഉറക്കമൊഴിച്ചുകൊണ്ട് ശിവരാത്രി മഹോത്സവമായി ആഘോഷിക്കുന്നത്. കിഴക്കഞ്ചേരി തിരുവറ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി താമരശ്ശേരി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കാലത്ത് ഗണപതി ഹോമത്തിനു ശേഷം രുദ്രാഭിഷേകം, ക്ഷേത്രാങ്കണത്തിൽ മേളം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് പ്രദോഷം, ജലധാര, ഇളനീർധാര എന്നിവ ഉണ്ടായിരുന്നു. രാത്രി ലക്കിടി പി കെ ഹരീഷ് നമ്പ്യാരുടെ നേതൃത്വത്തിൽ ചാക്യാർകൂത്തും സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി പ്രധാനി കൊർണങ്കോട് ഉരിയേരി തേവർ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായി ബുധനാഴ്ച കാലത്ത് പള്ളി ഉണർത്തൽ, അഭിഷേകം, മഹാഗണപതി ഹോമം, ഉഷപൂജ, ധാര, തുടർന്ന് വടക്കഞ്ചേരി ബ്രാഹ്മണ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ രുദ്രജപം, ശേഷം നവകം, പഞ്ചഗവ്യം, കലശപൂജ, ഹരിനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മൃത്യുഞ്ജയ ഹോമം, പഞ്ചാക്ഷരി മന്ത്രം, മേളം, വൈകിട്ട് രുദ്രാഭിഷേകം, ശിവസഹസ്രനാമം, ലളിതാ സഹസ്രനാമം, സഹസ്ര ദീപക്കാഴ്ച, മഹാദീപാരാധന എന്നിവ ഉണ്ടായിരുന്നു. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം സിനിമാ പ്രദർശനവും നടത്തി. പ്രസിദ്ധമായ പാലക്കാട് മണപ്പുള്ളിക്കാവ് വേല വ്യാഴാഴ്ച വേലയാഘോഷങ്ങൾക്കൊരുങ്ങി നഗരജനത.
വേലയാഘോഷങ്ങളുടെ ഭാഗമായി ദേശങ്ങൾ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവന്നത്. കിഴക്കേയാക്കര, പടിഞ്ഞാറേയാക്കരയ്ക്കൊപ്പം വടക്കന്തര ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് വേലയാഘോഷം. വേലയാഘോഷങ്ങളുടെ ഭാഗമായി നഗരത്തിൽ ബുധനാഴ്ച തന്നെ തിരക്കേറി. ബുധനാഴ്ച വൈകിട്ട് കിഴക്കേയാക്കര മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വൈകുന്നേരം ഉണ്ണിമേനോൻ നയിച്ച സംഗീത നിശയും പടിഞ്ഞാറേയാക്കരയിൽ വിനീത് ശ്രീനിവാസൻ നയിച്ച സംഗീത നിശയും അരങ്ങേറി. വേല ദിവസമായ വ്യാഴാഴ്ച കോട്ടമൈതാനത്ത് വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിലുള്ള കൂട്ടിയെഴുന്നള്ളത്ത് നടക്കും. വിവിധ കലാരൂപങ്ങളും അരങ്ങേറും. മണപ്പുള്ളിക്കാവ് വേല ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച പാലക്കാട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേലയോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.